കൊല്ലം കൊട്ടാരക്കരയിലെ പ്രമുഖ വനിതാ ഗൈനക്കോളജിസ്റ്റിനെ മുൾമുനയിൽ നിർത്തിയ 48 മണിക്കൂറുകൾ. ആരോടും മിണ്ടാട്ടമില്ല. മക്കൾ ഫോണിൽ വിളിച്ചാലും സംസാരമില്ല. 2 ദിവസം ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത മാനസിക പിരിമുറുക്കം. ഡോക്ടർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ബന്ധുക്കൾക്ക് തോന്നിയ ആ സംശയത്തിൽ നിന്നാണ് വലിയൊരു സൈബർ തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞത്. ഒരു വിമാന കമ്പനിയിൽ നിന്ന് 990 കോടി രൂപയുടെ കള്ളപ്പണം അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞാണ് ഡോക്ടറെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് തട്ടിപ്പിന് ശ്രമിച്ചത്. സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ ചതിയിൽപ്പെട്ട വനിതാ ഡോക്ടറെ പോലീസ് എത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നാൽ 2 ദിവസം അനുഭവിച്ച മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് അവർ ഇപ്പോഴും മുക്തിയായിട്ടില്ല. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മുംബൈയിലെ CBI ഓഫീസിൽ നിന്നാണെന്ന പേരിൽ എത്തിയ ഫോൺ കോളിലൂടെയാണ് തട്ടിപ്പ് ആരംഭിച്ചത്. താങ്കളുടെ അക്കൗണ്ടിലൂടെ 990 കോടി രൂപ കള്ളപ്പണം കടന്നിട്ടുണ്ട് എന്ന വീഡിയോ സന്ദേശമാണ് ഡോക്ടറെ ഭീതിയിലാക്കിയത്. വീട് വിട്ട് എങ്ങും പോകാൻ പാടില്ലെന്നും മുഴുവൻ സമയവും വീഡിയോ നിരീക്ഷണത്തിൽ ഇരിക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു. CBI മുദ്രയുള്ള വ്യാജ ഫോറങ്ങളും ഫോണിലേക്ക് അയച്ചതോടെ ഡോക്ടർ വിശ്വസിച്ചുപോയി. 2 ദിവസം ആശുപത്രിയിൽ എത്താതിരിക്കുകയും മക്കളുടെ വിളികൾക്കും പ്രതികരിക്കാതിരിക്കുകയും ചെയ്തതോടെ സംശയം ശക്തമായി. മൊബൈൽ ചാർജ് തീരാതിരിക്കാൻ പവർ ബാങ്ക് വാങ്ങാൻ ഡ്രൈവറെ അയച്ചതും സംശയത്തിനിടയാക്കി. ഉടൻ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തട്ടിപ്പ് സംഘത്തിന്റെ അടുത്ത ഫോൺ വിളി പോലീസാണ് ഏറ്റെടുത്തത്. ബാങ്ക് വിവരങ്ങൾ നൽകുന്നതിന് മുൻപ് ഇടപെട്ടതുകൊണ്ടാണ് പണം നഷ്ടമാകാതെ രക്ഷപ്പെട്ടത്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം വളരെ വ്യാപകമാണ്. അവർ നിങ്ങളെ സമീപിക്കും, വീഡിയോ കോൾ വഴി സമീപിക്കും. സമീപിച്ച ശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും എടുത്ത ശേഷം പണം തട്ടുകയാണ് ഇവരുടെ ലക്ഷ്യം. പ്രധാനമായിട്ടും ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും സമീപിക്കുന്നത്. അപ്പം അവരുടെ ഒരു ഡേറ്റാബേസ് എവിടെ നിന്നും കളക്ട് ചെയ്ത ശേഷം അവരെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഡോക്ടറിൻ്റെ ആധാർ നമ്പർ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പേരും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് ഡോക്ടറിനെ സമീപിച്ചത്. ഡോക്ടറിനെ സമീപിച്ച ശേഷം ഡോക്ടറിൻ്റെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും കളക്ട് ചെയ്യുകയും അവിടെ നിന്ന് OTP ഷെയർ ചെയ്ത് പണം വാങ്ങിക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ തക്കതായ സമയത്ത് പോലീസ് ഇടപെട്ടത് മൂലം അത് പണം നഷ്ടമായിട്ടില്ല. ന്യൂസ് 18 കൊട്ടാരക്കര.